യേശു ഞങ്ങൾക്കൊരു കഥയല്ല, യേശു ഞങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണ്. Jesus is alive. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിൻ നാമത്തിൽ മടങ്ങും. Actually, from 13 years of age, I always had migraine. The pain was unbearable. I used to take around 12 to 16 tablets a day. They did CT, they did MRI, they could not find out why I was having this severe pain. Medical science is so advanced and they can't treat something like headaches. In the evening we came here. That night, God did heal me. And that night I stopped my medications. Don't stop praying. Keep knocking because God will come. വീൽ ചെയറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചിരട്ട തെന്നി ആ സ്ഥാനത്ത് വന്നു. വീൽ ചെയറിൽ ഇരുന്ന വ്യക്തിയായി തുള്ളിച്ചാടുന്നേ. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ യേശുവിനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്,
നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതൻ ആയതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ നാം കേൾക്കുന്ന മെസ്സേജ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ ലൈഫ്, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രാധാന്യത എന്താണ്? ഈ വിഷയത്തെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എങ്ങനെയാണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന വിഷയത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് യേശു കൊടുത്തു? ഈ സുവിശേഷം, ഈ വചനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളുടെ ഭവനത്തിലും നമ്മളുടെ ഭാവി ജീവിതത്തിലും ക്രിയ ചെയ്യും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ കാലഘട്ടത്തെ മാറ്റുവാൻ, മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ, കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കുവാൻ ഈ സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. മനുഷ്യൻ നിയമങ്ങൾക്ക് വിധേയപ്പെടാത്തതിനാൽ നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടി മാറ്റുമ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും പാപം പെരുകിയതുകൊണ്ട് യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടി വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുവാനും സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുവാനും ഒക്കെയുള്ള ജഡികമായ നിയമങ്ങൾ നിയമകർത്താക്കന്മാർ അനുവദിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? മനുഷ്യൻ നിയമങ്ങൾക്ക് വിധേയപ്പെടാതിരിക്കുമ്പോൾ നിയമങ്ങൾ മനുഷ്യർക്ക് വിധേയപ്പെടുന്നു. മാനുഷിക നിയമങ്ങൾക്കും മാനുഷിക ആലോചനകൾക്കും മാനുഷിക അധികാരികൾക്കും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, മനുഷ്യർക്ക് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇനി ഈ ലോകത്തെ ആർക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയും? ഇനി ഈ മനുഷ്യരെ ആർക്ക് നേർവഴിയെ കൊണ്ടുവരാൻ കഴിയും? ഇനി ഈ ലോകത്തെ ആർക്ക് നയിക്കാൻ കഴിയും? മാനുഷിക നിയമങ്ങളും മാനുഷിക അധികാരങ്ങളും മനുഷ്യർക്ക് നിയന്ത്രണം കൽപ്പിച്ചിട്ടും ആ നിയന്ത്രണത്തിന് മനുഷ്യൻ വിധേയപ്പെടാതെ മനുഷ്യൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുമ്പോൾ ഇനി ലോകത്തെ മാറ്റുവാൻ നിയമകർത്താക്കന്മാർക്ക് കഴിയില്ല. ഇനി മനുഷ്യരെ മാറ്റുവാൻ ഭരണകർത്താക്കന്മാർക്ക് കഴിയില്ല. ഇനി മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ ഒന്നിന് മാത്രമേ കഴിയൂ, ഈ സുവിശേഷത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ സുവിശേഷമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. ഈ സുവിശേഷമാണ് ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരെ രൂപാന്തരപ്പെടുത്തിയത്. മാതാപിതാക്കൾക്കോ നിയമകർത്താക്കന്മാർക്കോ മതസംഹിതകൾക്കോ സമുദായങ്ങൾക്കോ ഒരു വ്യക്തിത്വങ്ങൾക്കും എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയാതിരുന്നപ്പോൾ എത്ര പേർ വിളിച്ചു പറയും, ഈ ദൈവത്തിന്റെ വചനമാണ് എനിക്ക് രൂപാന്തരം നൽകിയത്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, എന്നെ വിടുവിച്ച യേശുവിന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയും. എന്നെ വിടുവിച്ച സുവിശേഷത്തിന് ഈ ദേശത്തിൽ പലരെയും വിടുവിക്കാൻ കഴിയും. എന്നെ രക്ഷിച്ച കർത്താവിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരധ്യായമാണ് ലൂക്കോസ് സുവിശേഷം 11 അധ്യായം. അതിന്റെ 1-ാമത്തെ വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പുതിയ നിയമവിശ്വാസികളായ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ മാതൃക ഈ ഭൂമിയിലൊരു മനുഷ്യനല്ല. നാം അനുഗമിക്കുന്നത് ഒരു സാധാരണക്കാരനെ അല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു,
അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെ നോക്കുക എന്നാണ് ഈ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ യേശുവിനെ നോക്കുക, യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ അനുകരിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ തിരുവായും ഒഴിഞ്ഞു പറഞ്ഞത്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ബെന്നിഹിനെ പോലാകാനല്ല യേശു നമ്മളെ പഠിപ്പിച്ചത്, ടിനു ജോർജിനെ പോലാകാനല്ല യേശു നമ്മളെ പഠിപ്പിച്ചത്, റെയ്നാഡ് ബോംഗെ പോലാകാനല്ല യേശു നമ്മളെ പഠിപ്പിച്ചത്, യേശുവിനെ പോലെയാകുക. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, താൻ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നത്, യേശു കർത്താവ് നമ്മെ പോലെ ആയത് നാം അവനെ പോലെയാകാനാണ്. ദൈവമായിരുന്നവൻ, ദൈവപുത്രനായിരുന്നവൻ നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചത്, നമ്മെ പോലെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. യേശു നമ്മെ പോലെ ആയത് നാം അവനെ പോലെ ആകാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുവിനെ അനുകരിക്കുക, യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ നോക്കി ജീവിക്കുക എന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. ഇതൊരു മതമല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. ഇതൊരു മതമല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു സംഘടനയുടെ നേതാവായിരിക്കാനല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു സമുദായത്തിന്റെ ഉന്നത നിലയിൽ ഇരുന്നു കൊണ്ട് ഭരണചക്രം തിരിക്കാനല്ല. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നിൽ വിശ്വസിക്കുന്നവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിൽ യഹൂദനെന്നില്ല, അതിൽ യവനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതെ, എത്ര അന്ധകാരത്തിൽ കിടക്കുന്നവനെയും എത്ര ഇരുട്ടിൽ കിടക്കുന്നവനെയും സത്യ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരുവനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. അവൻ വിളിച്ചു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ കാരണം കൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 11-12 വാക്യത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഇന്ന് രാത്രി രക്ഷപ്പെടാൻ 1000 വാതിലുകളില്ല, രക്ഷപ്പെടാൻ ഒരേ ഒരു വാതിലേ ഉള്ളൂ, അത് യേശുവാകുന്ന വാതില. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നസ്രായൻ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരും, അവൻ പുറത്തു പോകും, അവൻ മേച്ചിൽ കണ്ടെത്തും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ യേശുവാണ് നമ്മുടെ മാതൃക. ഈ യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് നാം അനുരൂപരാകണം എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇന്ന് ഈ മീറ്റിംഗിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ബഹുമാന്യരായവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവമേ, ഞാൻ ആരെ പോലെ ആകണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ പിതാവായ ദൈവമേ, അങ്ങക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? ഞാൻ ആരെ പോലെ ആകണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട്, ആ സെക്കൻഡിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ഉത്തരം ഇതായിരിക്കും: നീ എൻ്റെ പുത്രനായ യേശുവിനെ പോലെയാകുക. അതെ, തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് നാം അനുരൂപരാകണം എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് നോക്കാൻ ഉള്ളത് യേശുവിനെയാണ്. നാം നോക്കേണ്ടത് യേശുവിനെയാണ്. നാം അനുകരിക്കേണ്ടത് യേശുവിനെയാണ്. നാം അനുഗമിക്കേണ്ടത് യേശുവിനെയാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ, യേശു, ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത എന്താണെന്ന് പഠിക്കാൻ, പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ
മറ്റെങ്ങും നിങ്ങൾ പോകണ്ട, നിങ്ങൾ യേശുവിനെ നോക്കിയാൽ മതി. പഴയ നിയമം പഠിക്കുമ്പോൾ പല നിലയിലുള്ള യാഗങ്ങളുണ്ട്. ആട്ടുകൊറ്റനെ യാഗം അർപ്പിച്ചില്ലെങ്കിൽ കാളക്കിടാവിനെ അർപ്പിച്ചാൽ മതി. കാളക്കിടാവിനെ യാഗം അർപ്പിച്ചില്ലെങ്കിൽ കുറുപ്രാവിനെ യാഗം അർപ്പിച്ചാൽ മതി. യാഗങ്ങൾക്ക് ഒന്നിന് പകരം ഒന്നുണ്ട്. ആരാധന ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിലുണ്ട്. കണ്ണുനീരോടെ ആരാധിക്കാം, കരമടിച്ച് ആരാധിക്കാം, പാട്ടുപാടി ആരാധിക്കാം, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാം. വിവിധ നിലകളിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും, വിവിധ നിലകളിൽ യാഗങ്ങൾ നടത്താൻ കഴിയും. പക്ഷേ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയ്ക്ക് പകരം ആരാധനയില്ല, പ്രാർത്ഥനയ്ക്ക് പകരം പ്രസംഗം ഇല്ല, പ്രാർത്ഥനയ്ക്ക് പകരം മറ്റൊരു യാഗമില്ല. പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. അപ്പോൾ യേശു കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശുവിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. തന്റെ 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ താൻ ഇറങ്ങി വരുന്ന സമയത്ത് അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട സക്രിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം യോർദാൻ നദിയിൽ നടത്തുമ്പോൾ നസ്രയനായ യേശു ആ നദിയിൽ വരുന്ന സമയത്ത് യോഹന്നാൻ പറഞ്ഞു, ഇല്ലില്ല, നീ എന്നെ സ്നാനപ്പെടുത്താൻ ഞാൻ യോഗ്യനാണ്, നിന്നെ സ്നാനപ്പെടുത്താൻ ഞാൻ യോഗ്യനല്ല. നസ്രയൻ പറയുന്നു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ് അവന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് അവൻ വെള്ളത്തിൽ നിന്ന് കയറി പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവന്റെ മേൽ ഇറങ്ങി, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ ശബ്ദം അവർ കേട്ടു. അങ്ങനെങ്കിൽ യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് അവൻ പ്രാർത്ഥിച്ചു. താൻ സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം തുറന്നത്. അതെ, ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയാണ് സ്വർഗം തുറക്കുന്നത്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയാണ് ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തോട് യാചിക്കുന്നവനെ മനുഷ്യരോട് യാചിക്കാൻ എന്റെ ദൈവം വിടുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയവനെ ആരുടെ മുമ്പിൽ തലകുനിക്കാൻ എന്റെ ദൈവം സമ്മതിക്കില്ല. അമങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിച്ചു പോയില്ല. അപ്പോൾ നസ്രയനായ യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് യേശു പ്രാർത്ഥിച്ചു. അതെ, ജീവിതത്തിൽ ചിലത് തുടങ്ങുന്നതിന് മുൻപ്, ജീവിതത്തിൽ ചിലത് ആരംഭിക്കുന്നതിന് മുൻപ്, ജീവിതത്തിൽ നല്ല ഒരു തുടക്കവും ഒടുക്കവും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധയ്ക്ക്, പ്രാർത്ഥനയിൽ ആരംഭിക്കുക. ഓ ജീസസ്. കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ചുവടുകൾ വെച്ചതും സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ചുവടുകൾ വെച്ചതും ഇന്ന് രാത്രി ബുദ്ധിയുടെ സകല കണക്കുകൂട്ടലുകളിലൂടെ മുൻപോട്ട് പോയതും പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിൽ നിന്ന് ആലോചന വ്യക്തമായി കേട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ചുവടുകൾ വെച്ച വിഷയങ്ങൾ പരാജയപ്പെടാൻ ഇന്ന് ഈ സെക്കൻഡ് വരെ ദൈവം അനുവദിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ഗൗരവമായി കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ്, നമ്മുടെ യേശു ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എല്ലാം ദൈവം തന്നിട്ടുണ്ടല്ലേ. ആഹാരത്തിന് ആഹാരം തന്നു, വസ്ത്രത്തിന് വസ്ത്രം തന്നു, ഭവനത്തിന് ഭവനം തന്നു. അന്നന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവ് തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര പേരത് സമ്മതിക്കാനുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവ് ദൈവം വരുത്തിയിട്ടില്ല. അന്നന്ന് എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തരുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിനാണെന്ന് സമ്മതിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? കാരണം ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വന്ന കുറവിനെ, ജീവിതത്തിൽ വന്ന വീഴ്ചയെ ഒളിച്ചു വെച്ച് അവൻ വലിയ പുണ്യ മനുഷ്യനായി ഇരിക്കുന്നവന് നന്മ വരില്ല. എന്നാൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ഇന്ന് രാത്രി കരുണ ലഭിക്കും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചു. 2, 12 ശിഷ്യന്മാരെ
തിരഞ്ഞെടുക്കാൻ, തന്നോടുകൂടെ ഇരിക്കുവാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു രാത്രി മുഴുവൻ അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ ജീവിതത്തിൽ ഒരു ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചിലത് ആരംഭിക്കുന്നതിന് മുൻപ് യേശു പ്രാർത്ഥിച്ചു. 2, ജീവിതത്തിൽ ഉചിതമായ ചില ഡിസിഷനുകൾ, ചില തീരുമാനങ്ങൾ, ചില തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നതിന് മുൻപ് യേശു പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് നമുക്കൊരു മാതൃകയാണ്. ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥിച്ചു. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു. 3, രാത്രി മുഴുവൻ മലയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിൽ ഇറങ്ങി വന്ന അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടന്മാർക്ക് കേൾവി കൊടുക്കുന്നു, ഊമരെ സംസാരിപ്പിക്കുന്നു. 4, തന്റെ ജീവിതത്തിൽ തനിക്ക് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരു പ്രതിസന്ധി വന്നപ്പോൾ, തന്റെ ജീവിതത്തിൽ തനിക്ക് താങ്ങുവാൻ കഴിയുന്നതിൽ അപ്പുറമായ ഒരു വ്യഥ കടന്നു വന്നപ്പോൾ, ഗത്സമന തോട്ടത്തിൽ ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി യേശു കർത്താവ് മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. നോക്കുക, ചിലത് ആരംഭിക്കുന്നതിന് മുൻപ് അവൻ പ്രാർത്ഥിച്ചു, ചിലത് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവൻ പ്രാർത്ഥിച്ചു, ചിലത് പ്രവർത്തിക്കുന്നതിന് മുൻപ് അവൻ പ്രാർത്ഥിച്ചു. ആമേൻ. തനിക്ക് സ്വന്തമായി ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ തനിക്ക് സ്വന്തമായി താങ്ങുവാൻ കഴിയാത്ത ഒരു വിഷയം തന്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ അതിനെ പ്രാർത്ഥനയിൽ നേരിട്ടു. ഓ, ഇന്ന് രാത്രിയിൽ സ്വന്തം കഴിവിൽ നേരിട്ടാൽ, അങ്ങനെ നേരിട്ടവരൊക്കെ അമ്പോ മൂക്കുകുത്തിയിട്ടുണ്ട്. എന്നാൽ അത് പ്രാർത്ഥനയിൽ നേരിട്ടവൻ ഇന്ന് രാത്രിയിലും ജയാളിയായി നിൽക്കുന്നുണ്ട്. ഗത്സമന തോട്ടത്തിലും യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒരാരംഭത്തിൽ അവൻ പ്രാർത്ഥിച്ചു. 2, ചിലത് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവൻ പ്രാർത്ഥിച്ചു. 3, ചിലത് പ്രവർത്തിക്കുന്നതിന് മുൻപ് അവൻ പ്രാർത്ഥിച്ചു. 4, വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വേദനയേറിയ അനുഭവങ്ങൾ, വലിയ ഭാരങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതിനെ പ്രാർത്ഥനയിൽ നേരിട്ടു. 5, ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച് തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ അവൻ ഏൽപ്പിച്ചു. ഇന്ന് യേശു എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ യേശു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നും 24 മണിക്കൂറും പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. Right now he is praying for us. Right now he is praying for us. ഇപ്പോഴും യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാമോ? അപ്പോൾ യേശുവിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് യേശു കർത്താവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അരികിൽ വരുന്നു. എന്നിട്ട് അവർ യേശുവിനോട് ചോദിക്കുകയാണ്, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുന്നു. ഒരു കാര്യം ഉറപ്പാണ്, മാത്സ് പഠിച്ചവനെ മാത്സ് പഠിപ്പിക്കാൻ ഒക്കൂ, കെമിസ്ട്രി പഠിച്ചവനെ കെമിസ്ട്രി പഠിപ്പിക്കാൻ ഒക്കൂ, ഫിസിക്സ് പഠിച്ചവനെ ഫിസിക്സ് പഠിപ്പിക്കാൻ ഒക്കൂ. നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുന്നെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്ന് അറിഞ്ഞിരുന്നവനാണ് അവരുടെ ഗുരു. കരമൊന്ന് ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അന്ധന്മാരുടെ കണ്ണ് തുറക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞില്ല. ഭൂതത്തെ പുറത്താക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞില്ല. കടലിന്റെ മീതെ നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പറഞ്ഞില്ല. രോഗികളെ സൗഖ്യമാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പറഞ്ഞില്ല. നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കാരണം ശിഷ്യന്മാർക്കൊരു കാര്യം യേശുവിന്റെ കൂടെ നടന്ന് മനസ്സിലായി. ആമേൻ. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ഭൂതം പോവും.
പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ രോഗി സൗഖ്യമാകും. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ഡെലിവറൻസുകൾ നടക്കും. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ പ്രാർത്ഥന വീരന്മാരായി മാറിയാൽ അത് എന്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യും. നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നിങ്ങൾ മനസ്സിലാക്കുക, യേശു കർത്താവ് ആ സെക്കൻഡിൽ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളൊന്നും കർത്താവ് യേശു ക്രിസ്തു സഡൻ ആൻസർ ചെയ്തിട്ടില്ല. എല്ലാം വളരെ ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ കർത്താവ് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ പലയിടത്തും. പക്ഷെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒന്നും ആലോചിച്ചില്ല. 1 മണിക്കൂർ കഴിയട്ടെ എന്ന് പറഞ്ഞില്ല, സെക്കൻഡിൽ സഡൻലി ക്ലാസ് തുടങ്ങി. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് യേശു വിഷയത്തിന് കൊടുക്കുന്നു. ഇനി ഈ വിഷയത്തിൽ നാം അറിയേണ്ട ഏറ്റവും അതിപ്രധാനപ്പെട്ട കാര്യം, എന്തിനു വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടിയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ദൈവം വിളിച്ചത്? ഞാൻ വാസ്തവം ഞങ്ങളോട് പറയാം. ഒരു കൂട്ടർക്ക് യേശു കടഭാരം മാറ്റുന്നവനാണ്, സത്യമാണ്. യേശു കടത്തെ മാറ്റുന്നവനാണ്. ഒരു കൂട്ടർക്ക് യേശു രോഗസൗഖ്യം തരുന്നവനാണ്. അതിനപ്പുറം അവർക്ക് വേറൊന്നും അറിയില്ല. മറ്റൊരു കൂട്ടർക്ക് യേശു കർത്താവ് പുതുവഴികൾ തുറക്കുന്നവനാണ്. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും അറിയില്ല. ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ അറിഞ്ഞിരിക്കുന്നേ? എന്നെക്കുറിച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നേ? ഒരു കൂട്ടർ പറഞ്ഞു, നീ ഏലിയാവാണെന്ന്. എന്ന് പറഞ്ഞാൽ നീ ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്യുന്ന ആളാണെന്ന് അവർ പറഞ്ഞു. വേറൊരു കൂട്ടർ ആൾക്കാർ പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകനാണ്. എന്ന് പറഞ്ഞാൽ നല്ല പ്രസംഗമാണ് നിന്റെ. ഇതവർ പറഞ്ഞേ. ഒരു കൂട്ടർ പറഞ്ഞു, നീ പ്രവാചകനാണെന്ന്. എന്നാൽ പലരും അവർക്ക് വേണ്ടുന്ന, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ പ്രസ്താവിക്കുമ്പോൾ പത്രോസ് വിളിച്ചു പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് യേശു വിളിച്ചത്. ഇന്ന് രാത്രിയിൽ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? 10 ഏക്കർ റബ്ബർ ഉള്ളവനാണോ? ആരാണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവൻ? 4-5 കാറുള്ളവനാണോ? ആരാണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവൻ? വലിയ ബംഗ്ലാവ് ഉള്ളവനാണോ? വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞവനാ. നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ ശ്രദ്ധിക്കാം വേഗത്തിൽ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാക്കുവാനും 12 നിയമിച്ചു. അവൻ 12 തന്റെ അടുക്കൽ വിളിച്ചു. എന്തിനു വേണ്ടി വിളിച്ചു? തന്നോടുകൂടെ ഇരിക്കുവാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ. അപ്പൊ ഭൂതത്തെ പുറത്താക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഭൂതത്തെ പുറത്താക്കണമെങ്കിൽ, പ്രസംഗിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്രസംഗിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നടക്കണം. അതെന്താ? തന്നോട് കൂടെ ഇരിക്കണം. തന്നോട് കൂടെ ഇരിക്കണം. ഈ തന്നോട് കൂടെ ഇരിക്കുന്ന പരിപാടിക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം ആൾക്കാർ കൂടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ യോങ്കിച്ചോ. കൊറിയയിൽ സൗത്ത് സിയോൾ എന്ന പട്ടണത്തിൽ 13 ലക്ഷത്തോളം വിശ്വാസികൾ ആ ദൈവദാസനോട് ചേർന്ന് ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഒരു TB പേഷ്യൻ്റായി, ഒരു ക്ഷയരോഗിയായി കൊറിയയിൽ സൗത്ത് സിയോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ താൻ കിടക്കുമ്പോൾ, തൻ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് ഒരു നേഴ്സ് പെൺകുട്ടി ഒരു യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പുസ്തകപ്രതി തൻ്റെ കയ്യിൽ കൊടുത്ത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യേശു നിങ്ങൾക്ക് സൗഖ്യം തരും. അന്ന് അദ്ദേഹം പോൾ യോങ്കിച്ചോയല്ല, അന്ന് അദ്ദേഹം യോങ്കിച്ചോയാണ്. യോങ്കിച്ചോയോട് പറയുന്നു, നിങ്ങൾക്ക് സൗഖ്യം തരും. അദ്ദേഹം അന്ന് ആ കിടക്കയിൽ കിടന്ന് യോഹന്നാന്റെ സുവിശേഷം ആ പുസ്തകം താൻ വായിച്ചു. ആ ബൈബിളിന്റെ ഒരു കോപ്പി താൻ വായിച്ചു. പിറ്റേ ദിവസം ഈ നേഴ്സ് പെൺകുട്ടി തൻ്റെ അരികിൽ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകത്തിൽ രോഗികളെ സൗഖ്യമാക്കിയ, ജനത്തെ വിടിവിച്ച യേശു ഇന്നും പ്രവർത്തിക്കുമോ? ആ പെൺകുട്ടി മറുപടി പറഞ്ഞു, ഇന്നും അവൻ പ്രവർത്തിക്കുന്നു. അതെ, ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ബിക്കോസ് ഐ ബിലീവ് ഇൻ ഗാഡ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, അതിന്റെ കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ പെൺകുട്ടി അന്ന്
തൻ്റെ കാര്യങ്ങൾ മെഡിസിനൊക്കെ കൊടുത്ത് താൻ മടങ്ങി. പിറ്റേ ദിവസം വീണ്ടും ഇദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ ഇദ്ദേഹം യോങ്കിച്ചോ ഈ നഴ്സ് പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു, നീ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ? TB പേഷ്യൻ്റായി കിടക്കയിൽ കിടന്ന, ക്ഷയരോഗിയായി കിടക്കയിൽ കിടന്ന ഈ മനുഷ്യൻ, മരണത്തെ മുഖാമുഖമായി കണ്ടുകിടന്ന മനുഷ്യൻ അന്ന് ആ പെൺകുട്ടിയുടെ പ്രാർത്ഥനയിൽ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. തനിക്ക് കിട്ടിയ സൗഖ്യം, തനിക്ക് കിട്ടിയ വിടുതൽ എല്ലാവർക്കും അറിയണമെന്നുള്ള ആഗ്രഹത്താൽ താൻ ഈ വചനത്തെ, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. തൻ്റെ വീടിന് അരികിലുള്ള ഒരു വർക്ക്ഷോപ്പ് താൻ വാടകയ്ക്കെടുത്തു. എന്നിട്ട് തൻ്റെ വചനം കേട്ട, അല്ലെങ്കിൽ തൻ്റെ സാക്ഷ്യം കേട്ട് വിശ്വാസത്തിലേക്ക് വന്ന 5 പേരെ ഒന്നിച്ച് കൂട്ടിയിരുന്ന് ഈ വർക്ക്ഷോപ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് പ്രാർത്ഥിച്ച് 6 പേരായി ആരംഭിച്ച ആ ദൈവസഭയാണ് ഇന്ന് കൊറിയയിൽ സൗത്ത് സിയോൾ എന്ന് പറയുന്ന സ്ഥലത്ത് 13 ലക്ഷം വിശ്വാസികളുള്ള ദൈവസഭയായി തീർന്നിരിക്കുന്നത്. കൊറിയയിൽ അവിടുത്തെ പാർലമെന്റ് കൂടുമ്പോൾ പോൾ യോങ്കിച്ചോ ചെന്ന് പ്രാർത്ഥിച്ചാണ് അവിടുത്തെ പാർലമെന്റുകൾ ആരംഭിക്കുന്നത്. അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ രാജ്യത്തിലാണ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഇലക്ഷന് നിൽക്കുന്നവർ ജയിക്കണമെങ്കിൽ ഈ സഭയിലെ പാസ്റ്റർ അനുവദിക്കണം. കാരണം 13 ലക്ഷത്തിലധികം ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കൺട്രോളിലാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഒരിക്കൽ പോൾ യോങ്കിച്ചോ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. മണിക്കൂറുകൾ അദ്ദേഹം ദൈവത്തിനെ പ്രാർത്ഥിക്കും. 5, 6, 7 മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. അദ്ദേഹം ഒരിക്കൽ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് മണിക്കൂറുകൾ നീണ്ടു, കൊറിയയുടെ പ്രസിഡന്റ് തന്നെ ഫോൺ ചെയ്തു. ഫോണിൽ കണക്റ്റഡ് ആയില്ല. ഉചിതമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, പ്രാർത്ഥിച്ച് ചില തീരുമാനങ്ങൾ അറിയിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊറിയയുടെ പ്രസിഡന്റ് തന്നെ കാണുവാൻ പോലീസ് അകമ്പടിയോടെ തൻ്റെ വീട്ടിൽ വന്നു. തൻ്റെ വീട്ടിൽ കൊറിയയുടെ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ തൻ്റെ ഭാര്യ ചെന്ന് റൂമിന്റെ വാതിൽ തട്ടിയിട്ട്, പ്രാർത്ഥനാ മുറിയുടെ വാതിൽ തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെ കാണാൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് വന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കുന്നു, വേഗം ഇറങ്ങി വരണം, പ്രാർത്ഥന നിർത്തിയിട്ട് പെട്ടെന്ന് ഇറങ്ങി വരണം. പോൾ യോങ്കിച്ചോ തന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു, പ്രസിഡന്റിനോട് അവിടെ ഇരിക്കാൻ പറ, അതിനേക്കാൾ വലിയൊരാളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ഇതല്ലേ പ്രാർത്ഥന? ഇതല്ലേ പ്രാർത്ഥന? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അവരാവശ്യപ്പെട്ട ആ സെക്കൻഡിൽ തന്നെ കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇനി എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. എന്താണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന കാര്യം യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു ഉപമ, ഒരു ഉദാഹരണം അവൻ പഠിപ്പിക്കുന്നു. ഉപമകൾ കൂടാതെ അവനൊന്നും പറഞ്ഞിരുന്നില്ല. എന്തായിരുന്നു ആ ഉപമ? 5-ാമത്തെ വാക്യം മുതൽ വായിക്കാം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പി കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിയാണ് പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിക്കാൻ യേശു കർത്താവ് ഇവിടെ ഒരു ഉപമ പറയുന്നു. ആ ഉപമ എങ്ങനെയാണ്? ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ തൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ വന്നു. ഈ സ്നേഹിതൻ ആ സ്നേഹിതൻ്റെ വിശപ്പടക്കുവാൻ മറ്റൊരു സ്നേഹിതൻ്റെ വീട്ടിലേക്ക് പോകുന്നു. 3 പേര് എഴുന്നേറ്റ് വാ. കം. ഓക്കെ, ലിസൺ ടു മീ എവരിവൺ ഹിയർ. ഡാനി എന്ന സ്നേഹിതൻ അർദ്ധരാത്രിയിൽ അനിൽ എന്ന സ്നേഹിതന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ യഹൂദന്മാർക്കൊരു സിസ്റ്റം ഉണ്ട്. അതിഥി സൽക്കാരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് അർദ്ധരാത്രിക്ക് വിരുന്നുകാരൻ വന്നാലും അവരെ സൽക്കരിക്കണം എന്നുള്ളത് യഹൂദന്റെ മര്യാദയാണ്. ഒരു വീട്ടിൽ ആഹാരമില്ലെന്ന് പറഞ്ഞാൽ
ആ വീട് ശപിക്കപ്പെട്ട വീടാണ് എന്നാണ് യഹൂദന്മാരുടെ ചിന്ത. അങ്ങനെയാണ് മോശയുടെ പുസ്തകമായ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ശപിക്കപ്പെട്ട വീടാണെങ്കിൽ ആ വീട്ടിൽ ആഹാരം കാണില്ല. അനുഗ്രഹിക്കപ്പെട്ട വീടാണെങ്കിൽ നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പോൾ കാനാവിലെ വിവാഹ വീട്ടിലും ഇതാ സംഭവിച്ചത്. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവരെല്ലാം ടെൻസ്ഡ് ആകാനുള്ളതിൻ്റെ കാരണം കൊടുക്കാൻ ഫുഡില്ലെങ്കിൽ ആ വീട് ശപിക്കപ്പെട്ട വീടാണെന്ന് പ്രസ്താവിക്കപ്പെടും. അതിനാലാണ് അവർ ആകെ വിഷമിക്കുവാനിടയായത്. എന്നാൽ യേശു അവിടെ ഉള്ളതിനാൽ അത് ശാപ വീടായില്ല, അത് അനുഗ്രഹത്തിന്റെ വീടായി മാറുവാനിടയായി. നോക്കുക, ഈ ഡാനി എന്ന സ്നേഹിതൻ അനിൽ എന്ന സ്നേഹിതന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട്. ഇത് ഈ സ്നേഹിതൻ മനസ്സിലാക്കി. അപ്പോൾ ഈ സ്നേഹിതന് കൊടുക്കാൻ, ഡാനി എന്ന സ്നേഹിതന് കൊടുക്കാൻ അനിൽ എന്ന സ്നേഹിതന്റെ കയ്യിൽ ഒരു ഭക്ഷണം ഇരിപ്പില്ല, ഒരു ഫുഡും ഇരിപ്പില്ല. പക്ഷേ ഇവന്റെ വിശപ്പടക്കണം, ഇവനെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് എന്താണ് ചെയ്തത്? ഇദ്ദേഹത്തിന് മറ്റൊരു സ്നേഹിതനെ അറിയാം. ഏത് അർദ്ധരാത്രിക്ക് ചെന്ന് ചോദിച്ചാലും തരുന്ന മറ്റൊരു സ്നേഹിതൻ, ഏത് പാതിരാത്രി ചെന്ന് ചോദിച്ചാലും സ്റ്റോക്കുള്ള ഒരു സ്നേഹിതൻ. ആ സ്നേഹിതന്റെ പേരെന്താണെന്നറിയാമോ? ജീസസ് ക്രൈസ്റ്റ്. ആ സ്നേഹിതന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഏത് അർദ്ധരാത്രിക്ക് ചെന്നാലും അനുഭവിച്ചവരിവിടെ ഉണ്ടെങ്കിൽ, ഒരു വാക്കെങ്കിലും ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചവരിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയേ. നിനക്ക് മറക്കാൻ കഴിയില്ല, ഇത് നിനക്ക് മറക്കാൻ കഴിയില്ല. പല സന്ദർഭങ്ങളിലും അർദ്ധരാത്രിയിൽ പ്രഭാതത്തിൽ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞവർ, പ്രാർത്ഥിച്ചവർ ഇതിന്റെ നടുവിലുണ്ട്. അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ പ്രധാനപ്പെട്ട പോർഷനിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ ഈ സ്നേഹിതൻ നല്ല വിശപ്പുണ്ട്. ഈ സ്നേഹിതന്റെ വിശപ്പിനെ ഈ സ്നേഹിതൻ അടക്കണം. അപ്പൊ ഈ സ്നേഹിതന് ഒരാളെ പരിചയമുണ്ട്. ഏത് പാതിരാത്രിക്ക് എന്ന് ചോദിച്ചാലും തരുന്ന ഒരാൾ, ഏത് അർദ്ധരാത്രിക്ക് എന്ന് ചോദിച്ചാലും നൽകുന്ന ഒരു സ്നേഹിതനെ അറിയാം. ആ സ്നേഹിതന്റെ പേരാണ്, ആ സ്നേഹിതന്റെ പുസ്തകമാണിത്. ആ സ്നേഹിതന്റെ മക്കളാണ് നമ്മൾ. ആ സ്നേഹിതന്റെ സ്നേഹിതരാണ് നമ്മൾ. ഈ മനുഷ്യൻ, ഈ സ്നേഹിതൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ, അല്ലെങ്കിൽ നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ ഇപ്പോൾ പോയി യാചിക്കുന്നത്, ഇപ്പോൾ പോയി ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വിശപ്പടക്കാനല്ല, വേറെ ഒരുത്തന്റെ വിശപ്പടക്കാൻ വേണ്ടിയാണ്. ഇദ്ദേഹം ഇപ്പോൾ യാചിക്കുന്നത്, ഇദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് വേണ്ടിയല്ല, വേറൊരാൾക്ക് വേണ്ടിയാണ്. ഈ സ്നേഹിതന്റെ വിശപ്പടക്കാൻ വേണ്ടിയാണ് ഈ സ്നേഹിതൻ നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ ചോദിച്ചത്, യാചിച്ചത്. നോക്കുക, ഇതല്ലേ യഥാർത്ഥമായ മധ്യസ്ഥ പ്രാർത്ഥന? ഇതല്ലേ യഥാർത്ഥമായ പ്രാർത്ഥന? മറ്റൊരുത്തന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കുന്നു. വേറൊരുത്തന്റെ വിശപ്പ് മാറുവാൻ, വേറൊരു വ്യക്തിക്ക് വിടുതലുണ്ടാകാൻ, വേറൊരു വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ, മറ്റൊരുവൻ അനുഗ്രഹിക്കപ്പെടാൻ. ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിച്ചവനെ നിനക്കറിയാമെങ്കിൽ, നിന്നെ വിടുവിച്ചവനെ നിനക്കറിയാമെങ്കിൽ, നിനക്ക് സമാധാനം തന്നവനെ നിനക്കറിയാമെങ്കിൽ, നീ അവനെ മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതത്രേ സുവിശേഷം. ഈ മനുഷ്യന് നൽകുവാൻ കഴിയുന്ന ഒരുവനെ അറിയാം. ഈ മനുഷ്യന് തരാൻ കഴിയുന്ന ഒരുവനെ അറിയാം. ഈ മനുഷ്യന് ഏത് രാത്രി ചെന്ന് ചോദിച്ചാലും മാനിക്കുന്ന ഒരുത്തനെ അറിയാം. അവനെ മറ്റൊരുവന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവീൻ. ഓ, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പത്തനാപുരത്ത് സമാധാനമില്ലാതെ വിശക്കുന്ന പലരുണ്ട്, സ്വസ്ഥതയില്ലാതെ വിശക്കുന്ന പലരുണ്ട്, സന്തോഷമില്ലാതെ വിശക്കുന്ന പലരുണ്ട്. ജീവിതത്തിന്റെ ആത്മദാഹം മാറ്റാൻ കള്ളു കുടിച്ചിട്ടും മദ്യപാനത്തിനോ കഞ്ചാവിനോ കള്ളിനോ മയക്കുമരുന്നിനോ സ്വസ്ഥത കൊടുക്കാൻ കഴിയാതെ വലയുന്ന ഒരു കൂട്ടരുണ്ട്. ഞാനിന്ന് രാത്രി നിങ്ങളെ നോക്കി പ്രവചിക്കുക, അവരെ വിടുവിക്കാനാ ദൈവം നിങ്ങളെ കണ്ടേക്കുന്നേ. ഓ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. അവരെ പുറത്തെടുക്കാൻ വേണ്ടിയാ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നേ. അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനാ സ്വർഗം നിങ്ങളെ കണ്ടിരിക്കുന്നേ. ഇദ്ദേഹത്തിന്റെ വിശപ്പടക്കാൻ ഈ മനുഷ്യൻ, ഡാനിയുടെ വിശപ്പടക്കാൻ അനിൽ, നൽകുവാൻ
കഴിയുന്നവന്റെ അരികിൽ ചെല്ലുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വിഷയം. 2, ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ഈ മനുഷ്യൻ ചോദിക്കാൻ പോയത്, യാചിക്കാൻ പോയത് അർദ്ധരാത്രിയിലാണ്. അപ്പോൾ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, അർദ്ധരാത്രിയിൽ ചോദിക്കുന്നു, അർദ്ധരാത്രിയിൽ തരുവാൻ കഴിയുന്നവന്റെ അരികിൽ ചെല്ലുന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, ഏതു സമയത്തും എപ്പോ വേണമെങ്കിലും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിന് അരികിലേക്ക് വരാം. പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. ഏത് അർദ്ധരാത്രിയിലും പ്രാർത്ഥിക്കാം, ഏത് പ്രഭാതത്തിലും പ്രാർത്ഥിക്കാം, ഏത് വെളുപ്പാങ്കാലത്തും പ്രാർത്ഥിക്കാം. പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുവീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവീൻ. ഇന്ന് രാത്രിയിൽ അടുക്കളയിൽ നിന്ന് പ്രാർത്ഥിക്കാം, കറിക്കരിയുമ്പോൾ പ്രാർത്ഥിക്കാം, ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഏത് സമയവും എവിടെ നിന്നും പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം ദൈവം നമുക്ക് തരുന്നു. എന്നാൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൻ്റെ ചില പ്രസ്താവനകൾ അതും കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ പ്രാർത്ഥനയ്ക്ക് പലയിടങ്ങളിലും സമയഭേദം കാണുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിൻ്റെ വിശ്വാസികളല്ല. നാം വന്നിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിന് അരികിലത്രേ. എന്നാൽ പഴയ നിയമത്തിൽ സമയഭേദങ്ങൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഏതൊക്കെ സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ എവിടെ നിന്നും പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു പരാമർശം പരിശുദ്ധാത്മാവോട് എഴുതിയിരിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. താൻ മുൻപ് ചെയ്തു വന്ന പോലെ. എല്ലാരും പറഞ്ഞേ, മുൻപ് പ്രാർത്ഥിച്ചതുപോലെ. ഈ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചവനെ വീണ്ടും പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം അർദ്ധരാത്രി ചെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഉറപ്പാണ് പിന്നെയും പോകാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർ പറയും, ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ എനിക്കുണ്ടായ അനുഭവമാണ് പിന്നെയും എന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന്. ഒരിക്കൽ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, ഒരിക്കൽ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം വിടുതലുമാണ് പിന്നെയും എന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നോക്കുക, വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. ദാനിയേൽ മുൻപ് ചെയ്തു വന്നതുപോലെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും യെരൂശലേമിന്റെ കിളിവാതിൽ തുറന്ന്, കണ്ടോ, കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട്. പഴയ നിയമത്തിന്റെ സിസ്റ്റം ഇതൊക്കെയാണ്. സമയഭേദമുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെയില്ല, സമയഭേദം ഇല്ല. അവൻ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും യെരൂശലേമിന്റെ കിളിവാതിൽ തുറന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ ഇനി അതിനകത്തൊന്ന് തൊടാം. ഈ പഴയ നിയമത്തിൽ ഒരുപാട് വിശുദ്ധന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏലിയാവ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പഴയ നിയമത്തിൽ മോശ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് താൻ തൻ്റെ ലേഖനത്തിൽ, എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ ഒന്നിച്ച് മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പല ആൾക്കാരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. യാബോക്കിന്റെ കടവിൽ താൻ ദൈവത്തോട് മൽപ്പിടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. യാക്കോബിന്റെ മുട്ട ഒട്ടകത്തിന്റെ മുട്ട് പോലെയായിരുന്നെന്നാ. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ അപ്പോസ്തലന്മാരും ഒക്കെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ദാനിയേൽ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. നമുക്ക് നന്നായിട്ടറിയാം, പഴയ നിയമത്തിൽ പല വ്യക്തികളും പ്രാർത്ഥനയ്ക്ക് സമയഭേദത്തിൽ പ്രാർത്ഥിച്ചതായി കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ. വളരെ ഗൗരവമുള്ളൊരു വാക്യമാണിത് പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. രാത്രിയിൽ അവൻ എഴുന്നേറ്റു,
തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കുകയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ഇതാ ഒരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒക്കെ അക്കരയ്ക്ക് നിർത്തിയിട്ട് ആറ്റിന് ഇക്കര വരുന്നു, ആറിനിക്കര വരുന്നു. ആ ആറിനിക്കരെ തന്റെ കുടുംബത്തെയൊക്കെ മാറ്റി നിർത്തി താനും ദൈവവും മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളൂ. ഇപ്പൊ തന്റെ അവിടെ കൂടെ വേറെ ആരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, കുടുംബക്കാരില്ല. ഈ രാത്രിയിൽ താനും ദൈവവും മാത്രം. വാസ്തവത്തിൽ ഇതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. ഞാനും എൻ്റെ ദൈവവും മാത്രമുള്ള സമയം. ഈ സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യാബോക്കിന്റെ കടവിൽ യാക്കോബ് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവത്തിന്റെ കാലിൽ അവൻ കയറി പിടിച്ചു. നേരം വെളുക്കാറായി, സംഭവം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. സർവശക്തനാകുന്ന ദൈവം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവശക്തൻ, പുഴുവായ യാക്കോബിനെ പഴയ നിയമത്തിൽ അറിയപ്പെടുന്നത് പുഴുവായ യാക്കോബ് എന്നാണ്. സർവശക്തൻ പുഴുവായ യാക്കോബിനോട് പറയുകയാണ്, നീ എന്നെ വിടാൻ, നീ എന്നെ വിടാതെ എനിക്ക് പോകാനൊക്കില്ല. സർവശക്തനായ ദൈവം മനുഷ്യനോട് പറയുകയാണ്, നേരം വെളുക്കുന്ന കുഞ്ഞെ, ആൾക്കാരൊക്കെ വരുന്ന, നാട്ടുകാരൊക്കെ ഈ രംഗം കാണും, ദൈവത്തെ ഒരു മനുഷ്യൻ പിടിച്ചു വെച്ചേക്കുന്നത്. ഇത് ആൾക്കാർ കാണാതിരിക്കാൻ എൻ്റെ കുഞ്ഞെ നീ എന്നെ ഒന്ന് വിട്. അവൻ പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് യാക്കോബിനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു യാക്കോബ്. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉബായി എന്നാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തട്ടിപ്പുകാരൻ, സൂത്രക്കാരൻ എന്നാണ് അവന്റെ പേര് പറഞ്ഞത്. പക്ഷേ യാബോക്കിന്റെ കടവിൽ ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ സർവശക്തനാകുന്ന ദൈവം അവനോട് പറയുന്നു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. അങ്ങനെങ്കിൽ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് എൻ്റെ പ്രാർത്ഥനാ മുറി. എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ഒരു സഭയിൽ നിന്ന് വേറെ സഭയിലോട്ട് പോകുന്നതല്ല. എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് കുറേയും കൂടെ പണം ഉണ്ടാക്കുന്നതല്ല. എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് നടക്കുന്നത് ഒരു വ്യക്തിയുമായിട്ടുള്ള, ഈ ഭൂമിയിലെ ഒരു പ്രമാണിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലല്ല. എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുള്ള ഒരു മനുഷ്യന്റെ കൂടെ ജോലി ചെയ്യുമ്പോഴല്ല. എൻ്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിലാണ് സംഭവിക്കുന്നത്. ഇനി നിന്റെ പേർ ഇസ്രായേൽ എന്നാണ്. ഒരു മനുഷ്യൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചതിനാൽ അവനൊരു രാജ്യത്തിന്റെ അനുഗ്രഹമായി. യാക്കോബിന്റെ പ്രാർത്ഥന നിമിത്തം എന്താണ് സംഭവിച്ചത്? ഒരു രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു. ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന്റെ മേൽ അനുഗ്രഹം വന്നു വീണു. നിങ്ങളിത് കേൾക്കണം, വളരെ ഗൗരവമായി കേൾക്കണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എന്നാ കാണുന്നേ? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, ഞാൻ യാക്കോബിന്റെ ദൈവം. അതെ, ദൈവം പ്രസംഗകരുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം പ്രവാചകന്മാരുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ദൈവം പറയുന്നു, ഞാൻ യാക്കോബിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്.
ദൈവം പണക്കാരന്റെ ദൈവമല്ല, ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്. ദൈവം പ്രമാണിമാരുടെ ദൈവമല്ല, ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്. നിന്റെ പണവും നിന്റെ പ്രതാപവും നിന്റെ പ്രശസ്തിയും നിന്റെ ആരോഗ്യവും ഒരു ശ്വാസത്തിന് തീരും. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇസ്രായേൽ എന്നൊരു രാജ്യം ഈ മനുഷ്യ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. നോക്കിയേ, എത്രയോ രാജ്യങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യവുമായി എതിർക്കുന്നു. ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന എത്രയോ സ്ഥലങ്ങൾ ഇന്നും അവരോട് യുദ്ധം ചെയ്യുന്നു. ലോകത്തിൽ ജനസംഖ്യ കൂടുതലുള്ള, അല്ലെങ്കിൽ വലിയ സന്നാഹങ്ങളുള്ള, ആൾബലമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള എത്രയോ രാജ്യങ്ങൾ ഇച്ചിരയുള്ള ഒരു ചെറിയ രാജ്യമായ ഇസ്രായേലിനെ ആക്രമിച്ചു. പക്ഷെ ഒറ്റ വ്യക്തികൾക്കും ഇസ്രായേലിനെ ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഇസ്രായേൽ എന്നുള്ള രാജ്യത്തെ പല രാജ്യങ്ങൾക്കും പേടിയാണ്. എന്താണ് ഇവനെ ഒതുക്കാൻ പറ്റാത്തത്? പണ്ടൊരുത്തൻ മുട്ടയിലിരുന്നതിന്റെ അനുഗ്രഹമായത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ പിന്നെ എന്താ ഇപ്പൊ ഇവിടെ യുദ്ധം? എന്താ അവർക്ക് സമാധാനം ഇല്ലാത്ത? അത് അവര് തന്നെ മേടിച്ചതാ, അത് അവര് തന്നെ എരന്ന് മേടിച്ചതാ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക. ഇസ്രായേൽ ജനം വിളിച്ചു പറഞ്ഞു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ, എങ്കിലും ക്രൂശിക്കുക. ആ ഒരു ശാപമാണ് ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരാജയപ്പെടാത്തതിന്റെ കാരണം അവർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇസ്രായേൽ കുത്തിയവനെ കാണുന്ന, രാജാവിനെ കാണുന്ന, സർവശക്തനെ കാണുന്ന ദിവസം വരുന്നു. യാബോക്കിന്റെ കടവിൽ മൽപിടിച്ച് പ്രാർത്ഥിച്ച യാക്കോബ് ഒരു രാജ്യത്തിന്റെ അനുഗ്രഹമായി. അതെ, ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്. പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. അർദ്ധരാത്രിയിൽ ചെന്നു. ഇനി 3 പേരും വന്നേ, ഇനി വന്നേ, ഓടി വന്നേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ, ഡാനിയുടെ വിശപ്പ് മാറ്റാൻ അനിൽ ഏത് സമയത്താണ് ഈ മകന്റെ അരികിൽ പോയത്, അല്ലെങ്കിൽ നൽകുവാൻ കഴിയുന്നവന്റെ അരികിൽ ചെന്നത്? അർദ്ധരാത്രിയിൽ. പറഞ്ഞേ, അർദ്ധരാത്രിയിൽ. അപ്പൊ ഇത് പ്രാർത്ഥനയാണ് കാണിക്കുന്നത്, പ്രാർത്ഥനയെ കുറിച്ചുള്ള ഉപമയാണ്. അർദ്ധരാത്രിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വേറൊരു വീട്ടിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ എനിക്ക് ആ വഴി തിട്ടമായിരിക്കണം. എന്നും പോകുന്ന വഴിയാണെങ്കിൽ മാത്രമേ, എന്നും പോകുന്ന റോഡാണെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകാനായി കഴിയത്തുള്ളൂ. അങ്ങനെങ്കിൽ ഇത് പ്രാർത്ഥനയെ കാണിക്കുന്നു. പ്രാർത്ഥനയിൽ പഴകാത്ത ഒരു ബന്ധം ദൈവത്തോട് വേണം എന്ന് പറഞ്ഞ അർത്ഥം എന്നും ഈ വഴിയെ പോകുന്നവനായിരിക്കണം. ഹല്ലേലൂയ. 1, പ്രാർത്ഥനയ്ക്ക് സമയഭേദം ഇല്ല. 2, പ്രാർത്ഥനയിൽ ദൈവത്തോട് പഴകാത്ത ഒരു ബന്ധം നമുക്ക് വേണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അതല്ല. കഴിഞ്ഞ മാസം ഞാൻ ഒരു ദിവസം ഒന്ന് ഉപവാസം ഇരുന്നായിരുന്നു, അതല്ല. എന്നും ചെല്ലുന്ന ഒരു ബന്ധം, എന്നും ചെല്ലുന്ന ഒരു ബന്ധം. ആ നിലയിൽ ബന്ധമില്ലാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിത്തെ മീറ്റിംഗ് അതിന് കാരണമാകട്ടെ. ഹല്ലേലൂയ. ഞാൻ വരുന്നു എൻ്റെ വിഷയത്തിലേക്ക്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഈ മനുഷ്യൻ അവിടെ ചെന്നിട്ട് വാതിൽ മുട്ടുകയാണ്. മറ്റൊരുവിന് വേണ്ടി. ഉടനെ അകത്തുനിന്നൊരു ശബ്ദം, ഞാനും എൻ്റെ പൈതങ്ങളും കിടന്നുറങ്ങുന്നു, ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ കഴിയത്തില്ല. ശ്രദ്ധിക്കണേ, ഈ മനുഷ്യൻ യാചിച്ചപ്പോൾ, ഈ മനുഷ്യൻ ചോദിച്ചപ്പോൾ അകത്തു നിന്ന് കേൾക്കുന്ന, അല്ലെ അകത്തുനിന്ന് വന്ന മറുപടി എന്ന് പറയുന്നത്, ഇപ്പൊ എഴുന്നേറ്റ് വരാൻ ഒക്കത്തില്ല, കഥ കടച്ചിരിക്കുക, ഞാനും മക്കളും കിടന്നുറങ്ങാം. എൻ്റെ ചോദ്യം, ഇത് മടുപ്പിക്കുന്ന മറുപടിയാണോ ഉത്സാഹം ഉണ്ടാക്കുന്ന മറുപടിയാണോ? നിങ്ങളിൽ എത്ര പേർക്ക് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടായിട്ടുണ്ട്? കൈ ഉയർത്തി.
പ്രാർത്ഥനയിൽ എനിക്ക് മടുപ്പുണ്ടായിട്ടെന്നുള്ള കൈ ഉയർത്തിയേ. കൈ ഉയർത്താത്തവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകും. പ്രാർത്ഥനയിൽ എനിക്ക് മടുപ്പുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചോദിച്ചതിന് കിട്ടിയ മറുപടി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പലപ്പോഴും ഞാൻ ചോദിച്ച പലതിനും കൃത്യമായ മറുപടി എനിക്ക് വന്നിട്ടില്ല. 2001 ചോദിച്ചതിൻ്റെ വിടുതൽ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ 2013 ജനുവരി ചോദിച്ചത് ഫെബ്രുവരി നടന്നു. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ മടുപ്പിക്കുന്ന മറുപടി പ്രാർത്ഥനയിൽ ഉണ്ടാകാം. പ്രാർത്ഥനയിൽ മടുപ്പ് വരാം. പക്ഷേ മടുപ്പ് വന്നാലും അതിനെ സമ്മതിച്ചു കൊടുക്കരുത്. പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന മടുപ്പ് ഒരു മടുപ്പായി കാണരുത്. വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക. ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? പിന്നെയും ഇദ്ദേഹം അകത്തുനിന്ന് പറഞ്ഞു, ഞാനും എൻ്റെ മക്കൾ കിടന്നുറങ്ങുന്നു, എനിക്കിപ്പോൾ എഴുന്നേറ്റ് വരാൻ ഒക്കത്തില്ല. ഈ പുള്ളിക്കാരൻ വെളിയിൽ നിന്നോട് പറഞ്ഞു, എനിക്ക് 3 അപ്പം വായ്പ തരണം. അകത്തുനിന്ന് മറുപടി, ഇപ്പൊ എഴുന്നേറ്റ് വരാൻ ഒക്കത്തില്ല, ഞാനും മക്കളും കിടന്നുറങ്ങുന്നു. മടുപ്പിക്കുന്ന മറുപടിയാ. പക്ഷെ ഈ പുള്ളിക്കാരൻ എന്നാ ചെയ്തേ? പിന്നെയും അവൻ ലജ്ജ കൂടാതെ മുട്ടുകയാണ്. എന്റെ ചോദ്യം, ഈ മനുഷ്യൻ പിന്നെയും നിന്ന് മുട്ടി എന്തിനാ? ഒരു നെഗറ്റീവ് ആൻസർ അകത്തുനിന്ന് വന്നിട്ട് ഈ മനുഷ്യൻ പിന്നെ നിന്ന് മുട്ടി എന്തിനാ? ഒറ്റ കാര്യം അതിനകത്തുള്ളൂ, അപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ച സാധനം ഇല്ലെന്ന് പറഞ്ഞോ? ഇന്നുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചത് എന്റെ കയ്യിൽ ഇല്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചത് അയ്യോ വേറെ ആരുടെങ്കിലും പോയി ചോദിക്കുക, എന്നെ കൊണ്ട് നടക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നീ ചോദിച്ചത് നൽകുവാൻ കഴിയുന്നവൻ അവനാണെന്നുള്ള നിന്റെ ഉറപ്പാണ് വീണ്ടും ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നീ ചോദിച്ച സാധനം, നിങ്ങൾ ചോദിച്ച കാര്യം ഇവന് നൽകാൻ കഴിയും എന്ന ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ട്. അതെ, ഞാൻ ചോദിക്കുന്നത് നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യിരെമ്യാ പ്രവചനം 32:27 എഴുതിയിരിക്കുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അതെ, നമ്മൾ ചോദിച്ചത് അവൻ്റെ പക്കലുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് അവന് മറുപടി തരാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന മടുപ്പിനെ മടുപ്പായി കാണല്ലേ. ഈ പുള്ളിക്കാരൻ വീണ്ടും മുട്ടിയതിന്റെ കാരണം അതാ. 1, അപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. 2, കഥ കടച്ചിരിക്കുന്നു, മക്കൾ കൂടെ കിടന്നുറങ്ങുന്നു. ഇതല്ലേ പറഞ്ഞുള്ളൂ. ഈ പിള്ളേർ എപ്പോഴേലും എഴുന്നേക്കാതിരിക്കത്തില്ലല്ലോ. ഈ കഥ എപ്പോഴേലും തുറക്കാതിരിക്കത്തില്ലല്ലോ. ഇത് തുറക്കുന്ന വരെ ഞാൻ മുട്ടും. ഈ മനുഷ്യൻ മുട്ടിയിട്ട് അവനോട് ചോദിച്ചതെന്നാണെന്നറിയോ? എനിക്ക് 3 അപ്പം, പ്ലീസ് ബി സീറ്റ് സാർ, താങ്ക് യു, 3 അപ്പം വായ്പ തരണം. ചോദിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ് വേണ്ടത്? അപ്പമാണ് വേണ്ടത്. അത് എത്രണ്ണം വേണം? എല്ലാം ചോദിച്ചത് കൃത്യമായിട്ട് ചോദിച്ചു. ദൈവത്തോട് ചോദിക്കുന്നത് കൃത്യമായിട്ട് ചോദിക്കണം. ഞാൻ തെളിയിക്കാൻ പോയി വചനത്തിൽ നിന്ന്. എനിക്കൊരു ഭവനം വേണം. കർത്താവിനോട് പറയണം, കർത്താവേ, വിരുന്നുകാർക്ക് വന്നാൽ കിടക്കാൻ 2 ബെഡ്റൂം വേണം. എൻ്റെ മക്കള് 2 പേരുണ്ട്, അവർക്ക് 2 റൂം വേണം. എനിക്കും എൻ്റെ ഹസ്ബൻഡിനോട് കിടക്കാൻ ഒരു മുറി വേണം. അതിന് ഇത്ര ബാത്റൂം വേണം. അത് ഇന്ന സ്ഥലത്തായിരിക്കണം. കർത്താവ്, എനിക്ക് അങ്ങനെ ഒരു വീട് വേണം. കൃത്യമായിട്ട് ചോദിക്കണം. എൻ്റെ മകൾക്ക് നല്ലൊരു പുരുഷനെ നീ ജീവിത പങ്കാളിയായി കൊടുക്കണം. ഇങ്ങനെയുള്ളൊരു മനുഷ്യനായിരിക്കണം എൻ്റെ മകളുടെ ജീവിതത്തിൽ വരേണ്ടത്. ഞാൻ പറയാം, ഇത് ഒരാവേശമല്ല, ഇതൊരാവശ്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വ്യക്തമായി ദൈവത്തോട് ചോദിക്കാൻ, ദൈവത്തോട് സംസാരിക്കാനുള്ള റൈറ്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ അതിന് മറുപടി നൽകുവാൻ അവൻ വിശ്വസ്തനാണ്. കൃത്യതയോടെ ചോദിക്കണം. ചോദിക്കുകയാണ്, വ്യക്തമായിട്ട് ചോദിക്കണം. ഞാൻ തെളിയിക്കാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നു. അവിടെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം, 1 ശമൂവേൽ 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അവളുടെ ഭർത്താവായ ഏൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിനു കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്?
ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. നോക്കിയേ, ഇവിടെ ഒരു ചർച്ചാണ്, ഒരു പള്ളി. അവിടുത്തെ ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ 2 വിശ്വാസികളാണ്, ഹന്നയും എൽക്കാനയും. ഹന്നയുടെ ഭർത്താവാണ് എൽക്കാന. അവരുടെ പുരോഹിതൻ്റെ അല്ലെങ്കിൽ അവരുടെ പാസ്റ്ററുടെ പേരാണ് ഏലി. ഏലി എന്ന പുരോഹിതൻ്റെ പാസ്റ്ററിൻ്റെ സഭയിലെ വിശ്വാസികളാണ് ഹന്നയും എൽക്കാനയും. ഈ ഹന്നയുടെ പ്രശ്നം, അല്ലെങ്കിൽ എൽക്കാനയ്ക്കും ഹന്നയ്ക്കും ജീവിതത്തിലെ നിരാശ എന്ന് പറയുന്നത്, ദീർഘവർഷങ്ങളായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല, തലമുറയില്ല. ദൈവത്തോടൊരു കാര്യം ചോദിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കണം എന്നുള്ളതിന് 100 വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ എനിക്ക് എടുത്ത് നിരത്താനുണ്ട്. എന്നാൽ ഒരു പ്രസ്താവന ഇന്ന് രാത്രി എന്ന് പറയുന്നു, 1 or 2 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സമയമുണ്ടല്ലോ, ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഹന്ന ദൈവത്തോട് കരയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. ഉടനെ അവളുടെ ഭർത്താവായ എൽക്കാന കുറച്ചു നേരം അടുത്ത് വന്ന് നിന്നിട്ട് ഹന്നയോട് പറയുന്നു, ഹന്ന, നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? ഞാൻ നിനക്ക് 10 ആൺമക്കളേക്കാൾ നല്ലതല്ലേ? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലേ? അപ്പോൾ ഹന്നയുടെ ഭർത്താവായ എൽക്കാന ഹന്നയുടെ പ്രാർത്ഥന എന്താണെന്ന് കേട്ടു. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലേ എന്ന് ഭർത്താവ് പറഞ്ഞതിൻ്റെ കാരണം ഭാര്യ ചോദിച്ചത് ഒരു പുത്രനെയാണ്. എനിക്കൊരു കുട്ടിയെ തരണേന്നല്ല അവള് പ്രാർത്ഥിച്ചേ. പെൺകുഞ്ഞിനെ വേണമെങ്കിൽ പെൺകുഞ്ഞിനെ ചോദിക്കുക, ആൺകുഞ്ഞിനെ വേണമെങ്കിൽ ആൺകുഞ്ഞിനെ ചോദിക്കുക. ദൈവത്തോട് വ്യക്തമായി വ്യക്തിപരമായി ചോദിക്കാൻ കൃപ ലഭിച്ചവരായിരിക്കണം നിങ്ങൾ. ഹന്നയുടെ പ്രാർത്ഥന ദൈവം മാത്രമല്ല കേട്ടത്, അവളുടെ ഭർത്താവായ എൽക്കാനയും കേട്ടു. എൽക്കാന അവളോട് പറയുകയാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലേ? അടുത്ത വാക്യം വായിച്ചേ. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. എന്തൊരു സന്താനത്തെയാ? പുരുഷ സന്താനം. ദൈവമേ, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തരണേ. ദൈവത്തോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് വ്യക്തമായി ചോദിക്കണം. ഇനി ഇതുകൊണ്ട് തീർന്നില്ല, എത്ര വാക്യം വേണം അതിന് തെളിവായിട്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനൊന്നുമല്ല, നമ്മൾ എന്തൊക്കെയോ അങ്ങ് പറയുകയാണ്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്ന, നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നേ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം. അപ്പൊ ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതിനകത്തൊരു വ്യക്തതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് ഒരാൺ സന്താനത്തെ തരണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവ അവളെ ഓർത്തു. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണേ. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ തന്നെ, കരഞ്ഞപ്പോൾ തന്നെ യഹോവ അവളെ ഓർത്തു എന്ന് പറഞ്ഞാൽ ഇതാണ്, നാം ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കാര്യം കൺസീവ്ഡ് ആവുന്നുണ്ട്. പക്ഷെ ഡെലിവറി ആകാൻ ഇച്ചിരി സമയമെടുക്കും. മനസ്സിലായില്ല? മനസ്സിലായില്ല? മനസ്സിലായെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചേനെ. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവൾ കൺസീവ്ഡ് ആയി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലത് ദൈവം ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അത് വെളിപ്പെട്ട് വരാൻ ചില സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്കായി സ്തോത്രം. നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന് മീതെ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും അത് ഇരട്ടിയായി വരാതിരിക്കത്തില്ല. ഇനിയാണ് എന്നെ ചിന്തിപ്പിച്ച വലിയ സംഭവം. താഴേക്ക് വായിക്കാം. പ്രധാനപ്പെട്ട ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. 24 മുതലുള്ള വാക്യങ്ങൾ. അവൻ മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും 1 പറ മാവും 1 തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനെ, യജമാനാണ്
യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാൻ ആകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഇനിയുള്ള സമയത്ത് ഞാൻ പറയുന്ന ഗൗരവമായി ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ദൈവാലോചനയാണ്. ഹന്ന അന്ന് ഈ പള്ളിയിൽ, ഈ ആലയത്തിൽ ഇരുന്ന് കരഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ അവളെ വിമർശിച്ചു. എന്നാൽ നാളുകൾ കഴിഞ്ഞ് ശമൂവേൽ ബാലനുമായി അവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആലയത്തിൽ വന്നപ്പോൾ കാഴ്ചക്കുറവുള്ള ഏലി ഹന്നയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഹന്ന പറയുന്നു, യജമാനനെ, എന്നെ ഓർക്കുന്നുണ്ടോ? ഏലി അവളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ, ഞാനായിരുന്നു ചില നാളുകൾക്ക് മുൻപ് ഇവിടെ വന്നിരുന്ന് മുട്ടയിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ആ സ്ത്രീ. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. പ്രവചിച്ചവരെ മറക്കാം കഴിയും, ഒരുപക്ഷെ പ്രസംഗിച്ചവരെ മറന്നേക്കാം, പക്ഷെ പ്രാർത്ഥിച്ചവരെ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. അവൾ ചോദിക്കുകയാണ്, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനാണ് ഇവിടെ ഇരുന്ന് കരഞ്ഞ സ്ത്രീ. ഈ ബാലനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടതിനെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചേക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കണ്ടതിനെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവം നിന്റെ ജീവിതത്തിൽ നൽകും. നിങ്ങൾ അതിനെ മുഖാമുഖമായി ഇന്ന് രാത്രി കാണാൻ പോകുകയാ. ഒരു ഡോക്ടർ പറയുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ വിടുതല നിന്നെ നിർമ്മിച്ച ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് സുഖമുണ്ട്. ദൈവം ഞങ്ങളുടെ കുഞ്ഞിനോട് കാരണം തോന്നി. ഞങ്ങൾ വിശ്വസിക്കുന്ന കുടുംബമായിട്ട് കുഞ്ഞൊന്ന് മയങ്ങി ഉണർന്നിട്ട് വന്ന് ചെവി തപ്പിട്ട് പറഞ്ഞ എന്റെ ചെവി മുഴയില്ല, കുഞ്ഞിനൊരു കുഴപ്പമില്ല. 12 വർഷമായി വളരെയധികം ആൾക്കാർക്ക് മന്ത്രവാദം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഈ സഹോദരി ഒരു ദൈവവചനം കേട്ടു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകുകയാണ്. എന്റെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ നടുവിൽ ഞാൻ നസ്രയിനെ കണ്ടെത്തി. പാസ്റ്റർ, ഈ മോൻ്റെ പേര് ബ്രിനറ്റ് എന്നാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മോനെ നടുവിന് നല്ല വേദനയായിട്ട് തനിക്ക് കുനിയുവാനൊന്നും കഴിയാതെ വളരെ ഭാരപ്പെട്ടാണ് ഇന്ന് ഇവിടെ രാത്രി മീറ്റിങ്ങിന് കടന്നു വന്നത്. ഇപ്പോൾ കടന്നു വന്നപ്പോൾ താൻ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് തന്നെ തൊട്ടു. ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുകയാണ്. എന്തായിരുന്നു നിന്റെ നടുവിന്റെ പ്രശ്നം? കുറേ നേരം ഇരിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴെല്ലാം നടുവേദന നല്ലതായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നല്ല കുറഞ്ഞു. ഇവിടെ വരുമ്പം ബ്രദറിന് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? നടുവേദന ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പൊ അത് സൗഖ്യപ്പെട്ടു എന്നെങ്ങനെ അറിയാം? നല്ല കുറഞ്ഞ് അതെനിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് കുനിഞ്ഞ് ഇപ്പോൾ നന്നായി നിവർന്ന് അഗൈൻ ബെൻഡ് ചെയ്ത് അഗൈൻ കുനിഞ്ഞാട്ടെ, അഗൈൻ ട്രൈ ഇറ്റ് അഗൈൻ, വീണ്ടും ചെയ്താട്ടെ. ഇപ്പോഴെന്താണ് അനുഭവിക്കുന്നത്? വേദനയില്ല? ഇല്ല, വേദനയില്ല. ഇല്ല. നേരത്തെ ഇങ്ങനെ ചെയ്യുമ്പോൾ വേദന ഉണ്ടായിരുന്നോ? പകുതി വരെ കുനിയാൻ പറ്റത്തുള്ളായിരുന്നു. പകുതി വരെ ഫുള്ള് പറ്റത്തില്ലായിരുന്നു. ഫുള്ള് വരെ കുനിയാൻ ഒക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് ചെയ്തേ.
രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യേശു അത്ഭുതത്തിന് ഈ ബ്രദറിൻ്റെ പേര് രാജു എന്നാണ്. കഴിഞ്ഞ 4 വർഷമായി തന്നെ ഷോൾഡർ പെയിനാൽ ഭാരപ്പെട്ടാണ് ഇവിടെ കടന്നു വന്നത്. തനിക്ക് നല്ല വേദനയായിരുന്നു. താനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. എന്നാൽ ഇപ്പോൾ കടന്നു വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് തന്നെ തൊട്ടു. ആ വേദന മാറി. യേശു പൂർണ്ണമായ സൗഖ്യം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വരുമ്പം ബ്രദറിന് കൈ ഉയർത്താൻ പാടുണ്ടായിരുന്നു. തിരിഞ്ഞ് കിടക്കാൻ ഒക്കത്തില്ല. എറിയാനോ ഇങ്ങനെ അടിക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു. ഇങ്ങനെ എറിയാനൊന്നും ഒക്കത്തില്ലായിരുന്നു. തിരിഞ്ഞ് കിടക്കാനൊക്കെ ഇവിടെ തിരിഞ്ഞ് കിടക്കാനും ഒക്കത്തില്ലായിരുന്നു. ഇപ്പൊ സൗഖ്യപ്പെട്ടെന്ന് എങ്ങനെ അറിയാം? ഇങ്ങനെ പൊക്കുകയോ ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യാം. ഒരസ്വസ്ഥതയില്ല. നേരത്തെ അങ്ങനെ ചെയ്യുമ്പോ എന്നായിരുന്നു? ഇവിടെ വരുമ്പോൾ കൈ അങ്ങ് നിൽക്കും. കൈ നിൽക്കുമായിരുന്നു. കൊട്ടാരക്കര ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിൻ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ മീറ്റിംഗുകളിൽ അനേക രോഗികളെ യേശു സൗഖ്യമാക്കുന്നു. കടഭാരത്തിൽ നിന്നും അനേകർ വിടുതൽ പ്രാപിക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾക്കായി ദൈവവചനാടിസ്ഥാനത്തിൽ അനേകരെ പണിതെടുക്കുന്നു. വിശ്വാസത്തോടെ കടന്നുവരിക. സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, പുലമൺ PO, കൊട്ടാരക്കര.